ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലിന്റെ ആക്രമണം. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ട്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഉണ്ടായത്. Sana hindi bumani yung kotse. സ്വന്തം ദിവിഷ് മണി വിളിച്ചിരുന്നുണ്ട്. ദിവിഷ്, കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണോ ഈ ആക്രമണത്തിന് പിന്നിൽ ഉള്ളത്? ദോഹയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നത്? എങ്ങനെയാണ് ഖത്തറിൻ്റെ ഭാഗത്ത് വന്ന പ്രതികരണം? പിന്നീട് ഇസ്രായേൽ ഇക്കാര്യങ്ങളെ എങ്ങനെയൊക്കെ പ്രതികരണങ്ങളിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്? പ്രജീഷ്, വളരെ കൃത്യമായി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സൈനിക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന നേരത്തിൽ യാതൊരു തർക്കവുമില്ല. ദോഹയിലെ കൃത്യമായ ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. അവിടെ ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത്. സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ്. നമുക്കറിയാം, ഖത്തറിൽ പ്രധാനപ്പെട്ട അമേരിക്കൻ സൈനിക താവളം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ അമേരിക്ക അറിയാതെ ഇത്തരമൊരു ആക്രമണത്തിന് ഒരിക്കലും ഇസ്രായേൽ തയ്യാറാകില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പച്ചക്കൊടി ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്ന പേരിൽ ഒക്ടോബർ 7 ആ കൂട്ടക്കൊല 1200-ലേറെ പേരെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ പറന്നിറങ്ങി കൊലപ്പെടുത്തിയ ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പൂർണ്ണമായും തങ്ങൾ ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാടുമായാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നാലെ പല വിധത്തിലുള്ള ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇസ്രായേലും ഇറാനും ഒക്കെ ഇടപെടുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിയുന്ന. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുന്ന ഒക്കെ കണ്ടാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന വണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തുള്ള പ്രതികരണം ഇത് അവരുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഭീരുത്വമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ ഇതിന് വഴങ്ങിക്കൊടുക്കില്ല എന്ന ഒരു നിലപാടാണ്. അതായത് മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനി തങ്ങൾ ഇല്ല എന്ന നിലയിലേക്ക് ഖത്തറിൻ്റെ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതേസമയം ഇസ്രായേൽ കൃത്യമായി ഖത്തറിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആക്രമണമാണ് നടത്തിയത്. അത് ഹമാസിൻ്റെ 97-ൽ ഇസ്രായേലിൻ്റെ മൊസാദ് അടക്കം ലക്ഷ്യം വെച്ചിട്ടുള്ള ഹമാസ് നേതാക്കൾ, അന്ന് രക്ഷപ്പെട്ടു പോയ നേതാക്കൾ അടക്കമുള്ളവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൽ നിന്ന് ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ അവർക്ക് ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അതേസമയം ഈ വരുന്ന ദൃശ്യങ്ങളനുസരിച്ച് കൃത്യമായി ഒരിടത്താണ് ആക്രമണം നടന്നിട്ടുള്ളത്. അതിന് തുടർച്ച എന്നോണം ഇപ്പോൾ ഖത്തർ ഒരു സൈനിക നടപടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതകളില്ല എന്ന് വ്യക്തമാണ്. ഈ ആക്രമണത്തെ അപലപിക്കുക എന്നതാണ് ഖത്തറിന് മുന്നിൽ നിലവിലുള്ള വഴി. കൂടുതൽ മറ്റിടങ്ങളിലേക്കുള്ള ആക്രമണത്തിനും ഇസ്രായേൽ പോയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഇതൊരു കൂടുതൽ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് പോകില്ല എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് ഏത് നിലയിലാണ് വളരുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് മേലുള്ള ഒരു ആക്രമണം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കണക്കാക്കാൻ കഴിയും. ഇസ്രായേൽ ആകട്ടെ ഇത് ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ്. തങ്ങളുടെ ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഈ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഈ ആക്രമണ സമയം കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ. പക്ഷേ അക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആക്രമണത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് വരും മണിക്കൂറുകളിലെ ഒരുപക്ഷെ പൂർണ്ണമായൊരു ചിത്രം കിട്ടും. എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അവർ കാലങ്ങളായി ഇത് ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു തീരുമാനമല്ല. ഏറെ നാളുകളായി നിരീക്ഷണത്തിലൂടെ ഇസ്രായേലിലെ ഷിനറ്റ് ബെൻ എന്ന ആഭ്യന്തര സുരക്ഷാ ഏജൻസി ഉണ്ട്. അവരും കൂടിയായി ചേർന്നുകൊണ്ടാണ്, ഇസ്രായേൽ സൈന്യവും ഈ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സൈനിക ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു കെട്ടിടം ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണം എന്ന് മനസ്സിലാകുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായിട്ടും എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്, എത്ര ഹമാസ് നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളെക്കുറിച്ച് വരും മണിക്കൂറുകളിൽ തന്നെ കൃത്യമായ വിവരങ്ങൾ കിട്ടുമെന്നാണ്. എന്തായാലും ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തെ വളരെ ശക്തമായി തന്നെ അപലപിക്കുന്നു എന്നതാണ് വിവരം.